ഹലോ ഗായ്സ്, ആക്ച്വലി ഞാൻ ഇന്നലെ ഇവിടെ വന്നു കണ്ട് ഒരു ഇൻട്രോ എടുത്തു കേട്ടോ. പക്ഷെ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോൾ അതിനൊരു വൈബ് പോരാ. അപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണമെന്ന് മനസ്സിലായ. ഞാൻ തൃശ്ശൂർ എടമുട്ടം ഭാഗത്തുള്ള ഒരു ബീച്ചിലാണുള്ളത്, കയമ്പുറം ബീച്ച് എന്ന് പറയും അല്ലേ, കേണോ ഈ ഷൊണ്ണൻ്റെ നാട്ടിൽ. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വാക്ക് വരച്ചിട്ടില്ല. ഫസ്റ്റത്തെ എപ്പിസോഡിൻ്റെ വീഡിയോ എടുത്തുകാണ്ട് പോകുന്നതാണ്. അത് ഞങ്ങളെ കാണിച്ച് നിങ്ങളോട് കാര്യം പറഞ്ഞു പോകുന്നത്, നമ്മൾ ബിസിനസ് പരമായിട്ടുള്ള ട്രിപ്പ് യാത്രയിൽ തന്നെ ഇന്ന്. അപ്പം ഞാൻ അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം. ഈ കടലിന് നോയ്സ് ഉണ്ടോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ മാറ്റേണ്ടി വരും ഗൈസ്. ആ അവസ്ഥയാണ്. അതൊക്കെ നിങ്ങൾ ഫുള്ള് വൈബ് സ്പോട്ട് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊ ഇന്ന് പറയാൻ പോണത് ഹൗ ടു ബിക്കം എ ബിസിനസ് മാൻ ഫ്രം സ്ക്രാച്ച്. പൂജ്യത്തിൽ നിന്ന് എങ്ങനെ ഒരു ബിസിനസിനെ വളർത്തിയെടുക്കാന്നുള്ള ചലഞ്ചിന്റെ 2ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോനെ ഒബ്സർവ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ കൂടുതൽ വീഡിയോസിന് അപ്ലോഡ് ചെയ്യാനും അതിനെ കാണാനും ആൾക്കാരുണ്ടെന്നും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ആത്മാർത്ഥമായിട്ടുള്ള കമന്റ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെനിക്ക് ഭയങ്കര സോ താങ്ക്ഫുൾ. എനിക്കൊരു ഇൻസ്പിറേഷനൊക്കെ ആയിപ്പോയി ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാനൊരു ബിസിനസ് ട്രിപ്പിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എന്നുള്ളൊരു സന്ദർഭങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ 2 days ലേറ്റ് ആയത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താ അപ്ഡേറ്റ് ചെയ്തത് നിങ്ങളടുത്ത്, ഞാനൊരു കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ട് ഞാനൊരു ഷട്ടർ റൂമൊക്കെ കാണിച്ചു തന്നു. ഇവിടെ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ പോവുകയാണ്, അടിപൊളിയാക്കാൻ പോവുകയാണ്, ഞാൻ എന്തൊക്കെയോ വലിയ സംഭവമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീമ്പിളക്കിട്ട് പോയതാണ്. ആക്ച്വലി ഞാൻ വീമ്പിളക്കല്ല ഗായ്സ്, നമുക്കിത് സെറ്റ് ആക്കണം. അപ്പൊ ഇനി ഞാൻ വലിച്ചു നീട്ടി ബോറടിപ്പിക്കണില്ല. ഞാൻ ഇന്നലെ കുറച്ച് ഞാൻ ലാസ്റ്റ് നമ്മളിവിടെ പറഞ്ഞിരുത്തിയത് ഷോപ്പിന്റെ സ്കെച്ച് ഉണ്ടാക്കാന്ന്. അപ്പൊ ഞാനൊരു 3 വാളിന്റെ സൈഡിന്റെ സ്കെച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് തൃശ്ശൂർ വരെ പോകേണ്ടി വന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള ഡിമോറ ആർക്കിടെക്ട്സിന്റെ ഓഫീസിലോട്ട് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ബിക്കോസ് വി നീഡ് എ പ്ലാൻ. അപ്പൊ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് ഞാൻ ഇമ്പോർട്ടന്റ് തിങ്സ്, കാര്യങ്ങൾ, ഒരു ബിസിനസ്സിന് വേണ്ട അടിത്തറ, ആദ്യം ബേസിക് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ ഞാൻ ഒന്നും കൂടി ഓർഡർ ബൈ ഓർഡർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാകാൻ പറ്റുന്ന കുളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ എന്തെങ്കിലും കാണിച്ച് പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല, ശരിയല്ലേ? ഒരു കാര്യമില്ല. സോ അതെല്ലാം ഞാൻ ഓർഡർ ബൈ ഓർഡർ ആക്കിയിട്ട് ഞാൻ നാളെ തൊട്ട് നമുക്ക് ഈ വീഡിയോ ഹൗ ടു ബിക്കം എ ബിസിനസ് മാൻ ഫ്രം സ്ക്രാച്ച്, കയ്യിൽ ഒരു പൈസ ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്ത് തുടങ്ങൽ എങ്ങനെ എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞെന്നിട്ട് പോകല്ല ഗൈസ്, ചെയ്ത് കാണിക്കും. നമ്മളെങ്ങനെ ചെയ്ത് കാണിക്കും ഓരോന്നായിട്ട്. ഇതിന്റെ സ്ട്രഗിൾ എന്താണ്, ഫണ്ട്, അത് ഇത് അച്ചറ പരിപാടി എല്ലാം ഞാൻ അന്ന് പറഞ്ഞതേപോലെ തന്നെ നമുക്ക് ഫണ്ട് എങ്ങനെ റൈസ് ചെയ്യാം, നമുക്ക് ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഇത് എവിടെ മാർക്കറ്റ് ചെയ്യണം, ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് ക്ലയൻസ് വേണം, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വേണം, നമ്മളെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എത്രത്തോളം വേണം, ആഡ് എങ്ങനെ റൺ ചെയ്യണം, മണി എങ്ങനെ സേവ് ചെയ്യണം, ഓരോന്ന് നമ്മളൊരു സ്റ്റോക്ക് ഇറക്കുമ്പോൾ ആ സ്റ്റോക്കിന് എത്രത്തോളം മുൻകൂട്ടി കാണണം, നമ്മൾ ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം. സോ മനി കാര്യങ്ങൾ ഇനി നിങ്ങളോട് പറയാനുണ്ട്, ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ഓരോ അപ്ഡേറ്റ്സും വർക്കും ഞാൻ നിങ്ങളെ കൂടെ, ഞാൻ എൻ്റെ ബിസിനസ്സിനെ ഞാൻ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഓരോന്നായിട്ട് ഞാൻ നോട്ട് ചെയ്ത് പോയിന്റ് ചെയ്ത് ഞാൻ നിങ്ങളെടുത്ത് അവതരിപ്പിക്കും. നിങ്ങൾ കൂടെ കാണി എൻജോയ്, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. നിങ്ങളെ കയ്യിലൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡി ആയിക്കോ. ലെറ്റ്സ് ഡു ദ ബിസിനസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ തോന്നും ഈ ഒരു സാധനം ആണ് നമ്മളിവിടെ സെറ്റാക്കാൻ പോകണം കേട്ടോ. ഇതിൽ ഓരോ ഈ സോഫ, സ്റ്റൂള്, സംഭവങ്ങൾ ഈ ഒരു സെറ്റപ്പിൽ നമ്മളിവിടെ എത്തിക്കും. ബേസിക് അതിന് എന്തൊക്കെയാണ് വേണ്ടി, എന്തൊക്കെയാണ് ചെയ്യേണ്ടി, കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. പിന്നെ സ്കൈ സെറ്റാക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. പിന്നെ ഞാൻ വയ്യ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിവിടെ തൃശ്ശൂർ യാത്ര പോകുന്നുണ്ട്. നമുക്ക് ഞാൻ മാത്രമല്ല ഒരു പെടിയും കൂടി ഉണ്ട് കൂടെ. പോയിട്ട് വരണ്ട, ചാവിയുടെ വെക്കുക, ചാവി കൊണ്ടുപോകാം.
ഫുൾ ടാങ്ക് നിറഞ്ഞ് അങ്ങനെ കാലങ്ങൾക്ക് ശേഷം എൻ്റെ വണ്ടി ഫുൾ ടാങ്ക് ആവുകയാണ് ഗൈസ്. അങ്ങനെ വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണ കടിച്ച് ഇനി നമ്മൾ നേരെ പോണത് വടക്കാഞ്ചേരിക്കാണ്, ഡിമോറിൻ്റെ ഓഫീസിലോട്ട്. അവിടെ പോയിട്ട് ബിസിനസ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പ്ലസ് അവിടെ നിന്ന് നമ്മളെ ഷോപ്പിൻ്റെ 3D ഡിസൈനും കൂടെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അതിൻ്റെ വിഷ്വൽസും ഇപ്പോൾ ഈ കാണുന്ന വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാഷണൽ ഹൈവേ, വരാൻ പോണ നാഷണൽ ഹൈവേ, ആ ഹൈവേയിൽ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ കുറച്ച് വിഷ്വലും കൂടെ കണ്ടിട്ട് പിന്നെ നിങ്ങൾ കാണാൻ പോണത് നമ്മളെ 3D പ്രിൻറ്റിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. വട്ടപ്പാറ വയഡക്റ്റ് അതല്ലെങ്കിൽ നമ്മളെ നാഷണൽ ഹൈവേ പറയാതെ വയ്യ, എക്സലൻറ്റ്. ഇതിനെ എക്സിക്യൂട്ട് ചെയ്തതും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫ്യൂച്ചറിനൊരു നല്ല മുതൽക്കൂട്ടാണ് ഈ നാഷണൽ ഹൈവേ എന്നുള്ളത്. ഒരു രക്ഷയില്ല. റോഡിന്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ വീഡിയോസും സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു, പക്ഷെ ദിസ് ഈസ് ഇൻസൈൻ. എന്താ പറയാ, ഞാൻ ഈ ഡ്രിസിലിങ് പോലത്തെ മഴയും ഈ മിസ്റ്റും ഈ വട്ടപ്പാറ വയഡക്റ്റിന്റെ മേലെന്നുള്ള ഈ വ്യൂവും വളാഞ്ചേരി മൊത്തം കാണാം, ആസ്വദിക്കാം. വികസനം വരുന്നു വെച്ചിട്ട് നാട് കേടാവുന്നില്ല. ഇതൊക്കെ നിങ്ങള് ഇപ്പൊ വികസനം കൊണ്ടുവന്ന് ഭംഗിയല്ലേ, നമുക്ക് നാടിനെ മേലെന്ന് കാണാൻ പറ്റുന്ന എന്ത് ഭംഗിയാണ്. എൻ്റെ അമ്മേ കിട്ടില്ല. നാഷണൽ ഹൈവേ ഒരു രക്ഷയില്ല കേട്ടോ. കോട്ടക്കന്ന് കുറ്റിപ്പുറം വരെ വരാൻ ആകെ 15 മിനിറ്റാവും. എന്താ അടിപൊളിയില്ലേ റോഡൊക്കെ. വട്ടപ്പാറ ഇടയ്ക്കൊന്നും ഒരു രക്ഷയില്ല അല്ലേ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാ. നല്ല സുഡ ഇറക്കിற ദോശ, മസാല ദോശ കഴിക്കാം. ഓർഡർ ചെയ്തിട്ടുണ്ട്, കഴിക്കട്ടാ. കുളിപ്പുണ്ട്, കുളിപ്പുണ്ട്. എൻ്റെ ദോശ വരാതെ ഒറ്റക്ക് തിന്നാന് തെറ്റ സ്വഭാവമല്ലേ ഇത് കാട്ടുണ്ട്. പുറത്ത് പെരുമയാട്ടോ, കയറി തന്നായി. അവിടുന്ന് അങ്ങനെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഈ കാണുന്ന ഡിമോറിൻ്റെ ഓഫീസിലെത്തി. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ 3D ഡിസൈൻ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ കസിനാണ് കേട്ടോ ഈ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവൻ്റെ അടുത്ത് ഞങ്ങൾ ഇവരൊരു ടീമിൻ്റെ അടുത്ത് എന്താ പറയുക, നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് വേറെ ഒരുപാട് ചർച്ചകൾ നടത്തി. അപ്പോൾ ചിലതൊക്കെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലോ തുടക്കത്തിൽ തന്നെ. അങ്ങനെ അപ്പോൾ ഞാൻ വഴിയെ പറയാൻ കാര്യങ്ങളൊക്കെ. ഇതിനെത്ര റേറ്റ് ആയത് ഈ സാധനത്തിന്? ഇതല്ല ഈ ചേട്ടാ, തീർത്തും അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെയാണ് അവിടെ നടന്നത് എന്നുള്ളതുകൊണ്ട് എനിക്ക് അതൊന്നും ചിത്രീകരിക്കാൻ നിങ്ങൾ കൂടുതൽ കാണിക്കാനും പറ്റിയിട്ടില്ല. എന്തായാലും ഇനി അടുത്ത കാര്യങ്ങൾക്ക് പോവാം. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സ്പെഷ്യലാണ്. ഞാൻ എവിടെ ഇരിക്കണത് തരോ? നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റുമോ ഞാൻ എവിടെ ഇരിക്കണത് എന്നുള്ളത്? ഗസ് ചെയ്യാൻ പറ്റുമോ? കാണിച്ചതാ. ബീച്ച് സൈഡിലാണ്. ബീച്ചിൻ്റെ കാഴ്ച കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി നമ്മളെ സംരംഭം എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ പോയിട്ട് അതിൻ്റെ 3D വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകാണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നും ഓഫീസിൻ്റെ ഉള്ളിലേക്കല്ലേ. ഇത് ആക്ച്വലി എൻ്റെ ഭാര്യ വീടാട്ടോ. എൻ്റെ ഭാര്യ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഇതാ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ള ഇതാണ്. പുറത്തിറങ്ങിയ ഫുള്ള് വിഷ്വൽ ഇതാണ്. ബീച്ച് സൈഡാണ്. നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു 500 മീറ്റേഴ്സ് നടന്നു കഴിഞ്ഞാൽ ബീച്ചാണ്. ദിസ് ഈസ് കയമ്പുറം ബീച്ച്. കയമ്പുറം ഇതൊക്കെ ഈ ഷൊണ്ണൻ്റെ ബീച്ച്. ഇങ്ങനെ തിരിഞ്ഞാൽ തിരുമുഞ്ചിയും കാണിച്ചെടുത്താൽ ഇവിടെ നാടാണ് അത്രത്. ഇവിടുത്തെ ഒരു എഫക്റ്റ് നോക്ക്. ഫുള്ളൊരു മിസ്റ്റ് വൈബ് ഇല്ലേ.
വായിൽ വരെ ഉപ്പുരുചി വരുന്നുണ്ട്. ഇതെന്താ വെച്ചാല് തിര അത്രയും ഫാസ്റ്റിൽ അടിക്കുന്നത് കൊണ്ട് ഓക്കെയാ ഫുള്ളൊരു മിസ്റ്റ് മൂടിയ മഴയാണ്. വാ 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 ഇവളെ ബീച്ചാണല്ലത്, ഇവളെ സ്വന്തം ബീച്ച്. ഇവളെ പറച്ചിലേട്ടാ ഇവളെ പേരിലെന്നാ വിചാരം. എന്റെ വീട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ തികച്ചില്ല. അതാണ് കൺഫേം. നമ്മ നോക്കാം. ഇതിന്റെ തിരമാലിന്റെ ഫാസ്റ്റ് കൊണ്ട് തോന്നുന്നു വെള്ളം അവിടെ നിന്ന് സ്പ്രേ ആയിട്ട് പോകുന്നുണ്ടാവും. ഇവിടെ ഉണ്ട് അതേപോലെ. ദൂരൊക്കെ നോക്കുമ്പോൾ നമുക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു മിസ്റ്റ് പോലെ മേലേക്ക് കയറിക്കുന്നുണ്ടാവും. തിരടിക്കുന്നതുകൊണ്ടോ ഫാസ്റ്റ് കൊണ്ടാ തോന്നണു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചതും ഉണ്ടായതൊക്കെ. അപ്പം ഇനി അടുത്ത വീഡിയോസും പുതിയ എപ്പിസോഡുകളായിട്ട് ഞാൻ വീണ്ടും വരും. പുതിയ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം. ബൈ.